തിരുവനന്തപുരം നാലാഞ്ചിറയിൽ വീട്ടമ്മയായ ഹസീന ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആരെയും ഞെട്ടിക്കുന്ന കുടുംബ പശ്ചാത്തലവും ദാമ്പത്യ തർക്കങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അച്ഛനമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന ഞെട്ടലിൽ നിന്നും ഈ 4 മക്കൾ ഇനിയും മുക്തരായിട്ടില്ല. അമ്മയുടെ സ്വഭാവത്തിൽ അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങളും പഴയൊരു സഹപാഠിയുമായുള്ള സൗഹൃദവുമാണ് ഒടുവിൽ ഈ ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ദമ്പതികളുടെ മൂത്ത മകൾ അമൃത വെളിപ്പെടുത്തുന്നു. മുൻപ് കുടുംബത്തിൽ വഴക്കുകൾ പതിവായിരുന്നുവെങ്കിലും ഈ വാടക വീട്ടിലേക്ക് മാറിയ ശേഷം പ്രശ്നങ്ങൾ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം മുതൽ ഹസീനയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതായി മകൾ പറയുന്നു. ഹരി എന്നു പേരുള്ള തന്റെ പഴയൊരു സഹപാഠിയുമായി ഹസീനയ്ക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഇരുവരും ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയും നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം മക്കൾക്കും അറിയാമായിരുന്നു. എന്നാൽ പിതാവ് സുരേഷിന് അമ്മയോടുള്ള അമിതമായ സംശയവും സ്നേഹക്കൂടുതലും കാരണം വീട്ടിൽ വീണ്ടും വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ കുട്ടികൾ ഈ വിവരം പിതാവിൽ നിന്ന് ബോധപൂർവം മറച്ചു വെക്കുകയായിരുന്നു. ചങ്കു കൂട്ടുകാരെ പോലെ മക്കളോട് സംസാരിച്ചിരുന്ന ഹസീന ഈ അടുത്ത കാലത്തായി കുട്ടികളിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ. ഇതിനിടയിലാണ് കഴിഞ്ഞ മാസം 30-ാം തീയതി ആരെയും അറിയിക്കാതെ ഹസീന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ഹസീന ഒരു മെസ്സേജ് മാത്രം അയച്ച് വീട് വിട്ടിറങ്ങിയതോടെ പിതാവ് സുരേഷ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയായിരുന്നു. അമ്മ ഹരിയുടെ അടുത്തേക്കാണ് പോയതെന്ന സംശയം മക്കൾക്കും ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നുപോയ കുട്ടികൾ ഉടൻ തന്നെ ഹസീനയുടെ ഉമ്മയെ വിവരം അറിയിച്ചു. പോലീസിൽ മിസ്സിംഗ് പരാതി നൽകാൻ തയ്യാറെടുക്കുന്നതിനിടെ മാനസികമായി തകർന്ന സുരേഷ് മദ്യപിച്ച് വീട്ടിലെത്തി. ഹസീനയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും പറഞ്ഞ് സുരേഷ് മക്കളുടെ മുന്നിലിരുന്ന് അലറിക്കരഞ്ഞു. തുടർന്ന് കോട്ടയത്ത് അന്വേഷിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ സുരേഷ് പിന്നീട് തിരികെ എത്തി വീടിന് പുറത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന എലിവിഷം ബിയറിൽ കലർത്തി കുടിക്കുകയായിരുന്നു. വിഷം കഴിച്ച വിവരം ആദ്യം മക്കളോട് പറഞ്ഞ സുരേഷ് പിന്നീട് മക്കൾ ഭയപ്പെടാതിരിക്കാൻ താൻ പറ്റിച്ചതാണെന്ന് തിരുത്തി പറഞ്ഞു. എന്നാൽ സുരേഷ് ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ മക്കൾ പരിഭ്രാന്തരായി. ഉടൻ തന്നെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ എത്തി അമ്മയെ കാണാനില്ലെന്ന പരാതി മക്കൾ കൈമാറി. ഒപ്പം അമ്മ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകളുടെ ഫോൺ നമ്പരും ചിത്രങ്ങളും അടക്കമുള്ള വിവരങ്ങളും കുട്ടികൾ പോലീസിന് നൽകി. പരാതി നൽകി മടങ്ങിയെത്തിയ കുട്ടികൾക്ക് രാത്രി 7 മണിയോടെ പേരൂർക്കട ആശുപത്രിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. സുരേഷ് എലിവിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ടെന്നും അടിയന്തരമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുമായിരുന്നു നിർദ്ദേശം. വീട്ടിൽ മുതിർന്നവർ ആരുമില്ലാതിരുന്നതിനാൽ ഭയന്നുപോയ കുട്ടികൾ പരിചയമുള്ള ഒരു ചേട്ടന്റെ സഹായത്തോടെ സുരേഷിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിച്ച് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം വിഷം പുറത്തെടുക്കാനായി മൂക്കിലൂടെ ട്യൂബ് ഇടാൻ ഡോക്ടർമാർ ശ്രമിച്ചുവെങ്കിലും ചികിത്സയോട് സഹകരിക്കാൻ സുരേഷ് തയ്യാറായില്ല. അച്ഛന്റെ അമിതമായ കെയറിംഗും നിയന്ത്രണങ്ങളും കാരണം അമ്മയ്ക്ക് വീട്ടിൽ യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ലെന്ന് മക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഹസീനയെ തനിച്ചോ വെളിയിലോ എങ്ങും തന്നെ പോകാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ സുരേഷ് കൂടെ ഉണ്ടാകുമായിരുന്നു. വീട്ടിലേക്ക് മറ്റാരെങ്കിലും വരുന്നത് പോലും സുരേഷിന് ഇഷ്ടമല്ലായിരുന്നു. മറ്റുള്ളവരുമായി സംസാരിച്ചാൽ ഹസീന തങ്ങളെ വിട്ടുപോകുമോ എന്ന ഭയവും അമിതമായ സ്നേഹവുമാണ് സുരേഷിനെ ഈ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചത്. പുറത്തുള്ളവർക്ക് ഇത് കടുത്ത സംശയരോഗമായിട്ടാണ് തോന്നിയത്. പിന്നീട് പോലീസിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തി ഹസീനയെ തിരികെ വീട്ടിലെത്തിച്ചുവെങ്കിലും സുരേഷിന്റെ മനസ്സിലെ സംശയങ്ങൾ മാറിയിരുന്നില്ല. ഈ കടുത്ത നിയന്ത്രണങ്ങളും തർക്കങ്ങളുമാണ് ഒടുവിൽ ഹസീനയുടെ ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. അമ്മയില്ലാതെ ജീവിതം ഓർക്കാൻ വയ്യാതെ കരഞ്ഞു തീർക്കുകയും വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത പിതാവ് തന്നെയാണ് പിന്നീട് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന ഞെട്ടലിലാണ് ഈ 4 മക്കളും. കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതി സുരേഷ് കുമാറും റെയിൽവേ ട്രാക്കിൽ ജീവനൊടുക്കുകയായിരുന്നു. ഹസീനയുടെയും സുരേഷിന്റെയും ബന്ധുക്കൾക്ക് ഇവരുമായി വലിയ ബന്ധമില്ലാതിരുന്നതിനാൽ മരണവാർത്ത അറിഞ്ഞ് ഓടിയെത്താനും അധികം പേരുണ്ടായിരുന്നില്ല. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരാണ് ആ 4 പേരെയും ചേർത്തുപിടിച്ച് ആശ്വസിപ്പിച്ചത്. ഇളയ കുട്ടി അനയ കരഞ്ഞു തളർന്ന അധ്യാപികയുടെ മടിയിൽ കിടക്കുന്നത് കണ്ടുനിന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് മൂത്ത മകൾ അമൃത. നാലാഞ്ചിറ സെന്റ് ഗ്രിഗോറിയസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആനന്ദ്. കുശവർക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ 6ലും 4ലുമായാണ് റോഷനും അനയയും പഠിക്കുന്നത്. സ്കൂൾ തുറന്നിട്ടും 2 ദിവസമായി കുട്ടികൾ എത്താതിരുന്നതിനെ തുടർന്ന് ഹസീനയെ കുശവർക്കൽ സ്കൂളിലെ അധ്യാപിക ഫോണിൽ വിളിച്ചിരുന്നു. തനിക്ക് പനിയാണെന്നും ഭേദമായ ശേഷം കുട്ടികളെ വിടാമെന്നും ഹസീന അധ്യാപികയ്ക്ക് വാട്സപ്പിൽ ശബ്ദ സന്ദേശവും അയച്ചിരുന്നു. ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ട സുരേഷ് മൂത്ത മകൾ അമൃതയെ ഫോണിൽ വിളിച്ചിരുന്നു. അച്ഛൻ ഇനി തിരികെ വരില്ലെന്നും ഇളയ കുട്ടികളെ ജാഗ്രതയോടെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് സുരേഷ് കോൾ കട്ട് ചെയ്തത്. എന്തായിരുന്നാലും അമൃതയ്ക്ക് ഇനി ആ 3 സഹോദരങ്ങളുടെയും അമ്മയാകേണ്ടി വരും. കാരണം ഇന്ന് ആ വാടക വീട്ടിൽ അമ്മയും അച്ഛനും ഒരുപോലെ നഷ്ടപ്പെട്ട് ഇനി ആരുടെ സംരക്ഷണയിൽ കഴിയുമെന്ന ആശങ്കയിലാണ് ഈ 4 പിഞ്ചുമക്കളും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.